सावन भादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। അപ്പോൾ നിധിയുടെ എൻഗേജ്മെൻ്റ് അല്ലേ നമ്മൾ എന്താ പറയുക, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കളുടെ കല്യാണം. അപ്പോൾ അതിലിപ്പം നിധിയുടെ കല്യാണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേരത്തെ നല്ലൊരു അലയൻസ് വന്നു, നമ്മളൊരു ആക്കിയപ്പോൾ ഇന്നാണല്ലോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നിധിയെപ്പറ്റി ആലോചിക്കുമ്പോൾ അവൾ ചെറുപ്പകാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ അവൾ വളരെ എന്താ പറയുക വളരെ നോട്ടി ആയിട്ടുള്ളൊരു ആളായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത് വെച്ചാൽ കാണൂല. ഓടി 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 ഓടി. പിന്നെ വേറൊരു കാര്യം എന്നൊക്കെ ഓർമ്മയുള്ള വെച്ചാൽ അവൾ വളരെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഓർമ്മയില്ലായിരുന്നു, തീരെ ഉറങ്ങാറില്ലായിരുന്നല്ലോ. നമ്മൾ എത്ര നേരം പാട്ട് കേട്ടാലേ അതെ അതെ. പിന്നെ അവള് ഉറങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചു കൊടുക്കുന്ന പാട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ കിഷോർ കുമാറിന് മേരെ നേന സാവന ബാധു. അത് കേട്ടാലാണ് അവൾ ശരിക്കും ഉറങ്ങുക. അതൊക്കെ ഓരോ ഓർമ്മകളാണ്. പിന്നെ അതെ, ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്, നമ്മളൊക്കെ പുറത്ത് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഫസ്റ്റ് മോളായതുകൊണ്ട് നമ്മൾ വളരെയേറെ കെയർ ചെയ്തു അവളെ എഡ്യൂക്കേഷനിൽ. പിന്നെ നമ്മൾ രണ്ടാമത്തത് മോളായതുകൊണ്ട് നമുക്ക് ഇവള് മൂത്ത കുട്ടി, അപ്പോൾ നമ്മളൊരു ആൺകുട്ടിയുടെ കുറവ് നമ്മൾ ആൺകുട്ടിയായിട്ടാണ് വളർത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പം നിധിയെപ്പറ്റി ആലോചിക്കുമ്പോൾ അവൾ വളരെ ബോൾഡാണ്, പക്ഷെ അതേസമയം വളരെ ഇമോഷണലാണ്. ഞങ്ങൾ നിധിയുടെ കോളേജ് ഫ്രണ്ട്സാ. ഞങ്ങൾക്ക് സിൻസ് 2017 അറിയാം. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്, വന്നിട്ടില്ല. അന്ന് മുതല് ഇപ്പൊ വരെ ഞങ്ങൾ ഒറ്റൊരു ഗ്യാങ്ങായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിധി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കാമറായിട്ടുള്ള ആളാണ് നിധി. നമ്മളെല്ലാരെയും ഓൾമോസ്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നിധിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. എല്ലാം ഡാൻസ് ആണേലും പാട്ടാണേലും എല്ലാത്തിനും ആൾ അടിപൊളിയായിട്ട് ആക്റ്റീവ് മോഡിൽ നിൽക്കുന്ന ആളാണ്. ഫോട്ടോഗ്രാഫി ഞാനൊരു ഫോട്ടോഗ്രാഫറും കൂടെ, അമേച്ചർ ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അപ്പോൾ അക്കാലത്ത് ഞാൻ എൻ്റെ ഒരു മോഡൽ ഇവളായിരുന്നു. ഹലോ, ഇത് എന്റെ ഫ്രണ്ട്സാ. കസിൻ മര്യാദക്ക് ഡ്രസ് ഇട്ടു. അവിടെ என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா, வரமாகவே நீ வந்ததால் திளைத்தேனடா. திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே, ஒளியாக நீ என் சேர்ந்ததால் பிழைத்தேன்.